ബാ പോവാ. എവിടെ പോവാനാ? ബാ പരാഗില് മെറ്റീരിയൽ എടുക്കാൻ. എന്ത് മെറ്റീരിയൽ? കുട്ടികൾക്ക് നബിദിനത്തിന് വേണ്ടേ? നബിദിനത്തിന് മെറ്റീരിയൽ എടുക്കുന്നേ? മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തറ. പക്ഷേ ഏത് നബിദിനത്തിന് ചോദിക്കരുത്, എല്ലാ വർഷവും നബിദിനം. അതാണ് ഞാൻ ചോദിച്ച മെറ്റീരിയൽ. കാരണം ഓർക്ക് ഫർദ് അടിക്കാൻ വേണ്ടി നീ കുറെ മുമ്പേ ഒരു മെറ്റീരിയൽ എടുത്തത് ഇപ്പോഴും ഉണ്ട് അവിടെ. എടാ ഫർദ് അടിക്കാൻ എടുത്ത മെറ്റീരിയൽ അടിച്ചു കൊടുത്തിട്ട് പിന്നെ ഓരിപ്പിട്ടോണ്ട് എടുക്കുന്നത്. അതല്ലാണ്ട് വേറെ ഉണ്ട്. വേറെ ഫർദ് അടിക്കാനും നിസ്കാരക്കുപ്പ അടിക്കാനും എടുത്ത് 2 തുണികൾ അടക്കിടക്കുന്നുണ്ട്. ഒരു തുണി അക്കാദമിയിലെ മേശേന്റെ അടിയിലും ഉണ്ട്, ബാക്കി അൾമാറയിലും ഉണ്ട്. പോലെ ഇപ്പൊ ഓരിടുന്ന പർദ്ദകളൊക്കെ ആര് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിയാ? അത് 2 റെഡിമെയ്ഡ്. റെഡിമെയ്ഡ് ഉള്ള പർദ്ദ ഏതാന്ന് പറഞ്ഞ കഴിഞ്ഞ നബിദിനത്തിന് ആരാ ഓർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തത്? അതോ നീ നല്ല സൂപ്പർ ഡ്രസ് ഉണ്ടായിരുന്നു. എങ്ങനെ അതേപോലെ വെറൈറ്റി അടിച്ചു കൊടുക്കണം. കഴിഞ്ഞ വർഷത്തെ നബിദിനത്തിന്റെ പർദ്ദ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതല്ല പറഞ്ഞേ. അതേപോലെ നല്ല സൂപ്പർ ആയിട്ട് നല്ല മോഡലായിട്ട് അടിച്ചു കൊടുക്കാണ് മെറ്റീരിയൽ എടുക്കുക. മോഡൽ ആയിട്ടൊന്നുമില്ല. പക്ഷെ ഏത് നബിദിനത്തിനെന്ന് പറയുന്നില്ല. ചിലപ്പോ അടുത്ത വർഷത്തെ നബിദിനാണ് എടുത്താൽ മതി. എല്ലാ കൊല്ലവും നബിദിനം ഉണ്ടല്ലോ. നമുക്ക് ഏതെങ്കിലും ഒരു കൊല്ലത്തെ നബിദിനം ഒരു ചായയും കുടിച്ചിട്ട് മെറ്റീരിയൽ എടുക്കാൻ പാ. ചായ വേണ്ടെന്ന്. എനിക്ക് ചായ വേണം. എനിക്ക് വേണ്ട. എനിക്ക് കുടിക്കുമ്പോ കമ്പനിക്ക് വേണമെങ്കിൽ വേണ്ട, ഞാൻ കുടിച്ചോളൂ. നീ പുറത്തിരുന്നോ? അല്ല, നീ മെറ്റീരിയൽ നോക്കുമ്പോൾ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ബുദ്ധിമുട്ടാകൂല സഖാവിന്? ബാ. അടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ നേരെ പരാഗിലേക്ക് വെച്ച് പിടിച്ചിട്ടോ. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടടിച്ചു പോകുക. അത്രയും അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഡിസൈൻ ചെയ്യുന്നവരും സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പരാഗിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബെരകലാണ് ഏതെടുക്കണം എന്നുള്ളൊരു ബെരകല്. പർദ്ദടിക്കാനാണ് മെറ്റീരിയൽ എടുക്കാൻ പോയതെങ്കിലും ആദ്യം നോക്കുന്നത് ചുരിദാറിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഏത് ഐറ്റം വേണമെങ്കിലും അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടുന്നാണ് മെറ്റീരിയൽ എടുക്കല്. അതുകൊണ്ട് ബായി നമ്മളെ കുറേ ആയി കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിൽ നിന്ന് ചിലപ്പോൾ മോഡൽ ഉദ്ദേശിച്ച് പോകുന്നത് വേറെ ആയിരിക്കും. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോട്ടലി ഡിസൈൻ എല്ലാം മാറും കേട്ടോ. കാരണം മെറ്റീരിയൽ കാണുമ്പോൾ ഫുള്ള് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ എന്താക്കി, എന്തായാലും വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോൾ പിന്നെ അതിലൊന്ന് കണ്ണുടക്കി കേട്ടോ. അപ്പോൾ പിന്നെ അത് തന്നെ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ബായിനോട് മേലെ ഏറ്റവും മേലുള്ളത് നോക്കിയിട്ട് വലിച്ച് ഇടിപ്പിച്ച്, വെറുതെ ഇടിപ്പിച്ചതല്ല കേട്ടോ, അത് തന്നെ കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്നോളം മെറ്റീരിയൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവരെപ്പോൾ മടക്കി വെച്ച് കഴിയുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. അതിനവരെ സമ്മതിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ നമ്മൾ വെൽവെറ്റിൻ്റെ 2 മെറ്റീരിയലായിരുന്നു എടുത്തിട്ടുണ്ടായത്. ഒരേ മോഡലിലുള്ള 2 കളേഴ്സാണ് ഞങ്ങൾ നോക്കിയിട്ട് എടുത്തത് കേട്ടോ. നല്ല ഹെവി വർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മക്കൾ പിന്നെ വർക്ക് എത്തിനി കൂടിയിട്ടുണ്ടെങ്കിൽ അവരിടൂല. പിന്നെ ഞാൻ നിർബന്ധിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഇടിപ്പിച്ചാലേ ഉള്ളൂ. അവർക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വർക്കുള്ളത് നോക്കിയിട്ടെടുത്തേ. വലിയ കുഴപ്പമില്ല, എന്നാലും വെൽവെറ്റ് ആയതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ കിട്ടും ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ നേരെ ബില്ലിങ്ങിൽ എത്തിയിട്ടോ. ഫാഷൻ ഷോ വരുന്നുണ്ട് എന്നൊക്കെ ബാഗിനൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് ബില്ലും ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിർത്താൻ മറക്കല്ലേ.